ഒരു കമന്റ് കണ്ട് എന്ത് ഞാൻ ഒരു പ്രഗ്നൻസി ഫസ്റ്റ് റിവീൽ ചെയ്തിട്ടില്ലാന്ന്. അപ്പോൾ എനിക്ക് അത്രയും നേരം ഇങ്ങനെ കമന്റിൽ പോയിട്ട് ഭയങ്കരമായിട്ട് തിരിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു മിതത്വം പാലിച്ചിട്ട് എപ്പോഴും ഞാൻ റിപ്ലൈ കൊടുക്കാം, നിങ്ങളുടെ റിപ്ലൈ കണ്ടാലറിയാം. പക്ഷേ ഇന്ന് ഇമ്പൊക്കെ ഉണ്ടാവും മാനസികാവസ്ഥകളിലെ എല്ലാവരും ഇങ്ങനെ പറയാം, ദൃശ്യക്ക് എല്ലാവരും ഇല്ലേ. ഞങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ആയിരിക്കും ഹസ്ബൻഡിന്റെ വീട്ടുകാരൊന്നും എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തിലില്ല. അപ്പോൾ മാത്രമേ എപ്പോഴും ഓടിയെത്താനുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് ഓടിയെത്താൻ പറ്റിയില്ല. എല്ലാവർക്കും നമസ്കാരം. ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒരു ശാപം തന്നെയാണ് അവരുടെ ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാർ. ഞാൻ എപ്പോഴും അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരുടെ വീട്ടിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ മൈന്യൂട്ടായിട്ട് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് എന്ത് ചെയ്യും? കുത്തിപ്പൊക്കി കമന്റിലൂടെ ചോദിക്കും. ഇനി അതൊന്നും പോരാഞ്ഞിട്ട് ഇവരുടെ അയൽവാസികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ ഫേക്ക് അക്കൗണ്ട് തുടങ്ങി വന്നിട്ട് ഈ കമന്റ് ബോക്സുകളിൽ കിടന്ന് മെഴുകാൻ തുടങ്ങും. അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങളാണ് ഈ ഫാമിലി വ്ളോഗേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിതെല്ലാം സഫർ ചെയ്ത് എത്തുമ്പോൾ കുറച്ച് പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ ലേഡിയുടെ അടുത്ത് പറയണമെന്ന് തോന്നി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് വീഡിയോ ഇടുന്നതെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നി. പ്രത്യേകിച്ച് അവർ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് 10 കമന്റ് കണ്ടെന്ന് പറഞ്ഞും കൊണ്ട് ഇങ്ങനെ വന്നിരുന്ന് കരയുന്ന എന്തിനാണെന്നുള്ളൊരു ചോദ്യം എനിക്ക് ആദ്യം ചോദിക്കണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഇത്തരം കമന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ കുറെ ആളുകളുടെ കമന്റ്സും കാര്യങ്ങളും വായിരിക്കുന്നതൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് മടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇമാതിരി ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോ ഇടാൻ നിൽക്കരുത്. ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. എനിക്ക് നിങ്ങളുടെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ചിട്ടല്ല ചിന്തിച്ചത്, നിങ്ങളുടെ വയറ്റിലുള്ള കുട്ടിയെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ കരഞ്ഞു വന്നിരുന്ന് വീഡിയോ ഇടുന്ന സമയത്ത് ആ കുട്ടി എത്രത്തോളം ബാധിക്കും എന്നുള്ളൊരു കാര്യവും കൂടിയാണ് ഞാൻ അവിടെ ചിന്തിച്ചത്. എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്? ഓഡിയൻസ് അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് കരയുന്നത്? എന്തിന്റെ ആവശ്യമാണിത്? എനിക്ക് മനസ്സിലാവാത്തൊന്ന് ചോദിക്കുക. ഇതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. 10 കമന്റ് വന്നു, എനിക്ക് 10 നെഗറ്റീവ് കമന്റ് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ വീഡിയോസ് ഇടാതിരിക്കുക. ഇത് വീഡിയോസ് ഇടുകയും ചെയ്യും, പൈസ വേണം താനും എന്നാലും ആരും ഒന്നും പറയാനും പാടില്ല. ആ ഒരു ടാഗ് ലൈൻ നടക്കുന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ പ്രഗ്നന്റ് ആയിട്ടിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നി. ഇതെന്താ ഇവരിങ്ങനെ എന്നെനിക്ക് തോന്നിപ്പോ. ഞാൻ ആ ചാനൽ ഇവിടെ ഒന്ന് കൊടുക്കാം. വൈഷൂസ് ഗേൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ചാനല്. ആ ലേഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് ഒന്നും അറിയാതെ കുത്തിത്തിരിപ്പ് കമന്റ് ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഒരു വീഡിയോ ഇട്ടത്. ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കരുത് പ്ലീസ്, സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് വെച്ച് മനസ്സ് ഇല്ലാത്തവരല്ല. സത്യം, സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് വെച്ചിട്ട് ആരും മനസ്സിൽ ഉള്ളവരൊന്നും അല്ല. എല്ലാവർക്കും സങ്കടവും കരച്ചിലും ദുഃഖവും ഒക്കെ വരും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതും നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഒട്ടും ഫെയർ അല്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നാളെ ചിലപ്പോൾ ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തേക്കാന്ന്. പക്ഷെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു, ഏതെങ്കിലും അലപലാദികൾ വന്നിട്ട് എന്തെങ്കിലും ആയി തോന്നി വിളിച്ച് പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ ഇങ്ങനെ പേടിച്ച് കരഞ്ഞുകൊണ്ട് സീരിയസ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ മാന്യമായിട്ട് ആ ഒരു കമന്റ് എടുത്ത് വെച്ചിട്ട് റിപ്ലൈ കൊടുക്കുക. നീ ഏത് നാറിയാടാന്ന് ചോദിച്ച് റിപ്ലൈ കൊടുത്താലും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്, വയറ്റിലൊരു കുട്ടിയുള്ള സമയത്ത് ഒരിക്കലും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വീഡിയോ ഇടരുത്. ഒരിക്കലും കരഞ്ഞുകൊണ്ട് വീഡിയോ ഇടരുത്. നിങ്ങൾ ചിലപ്പോ ഉള്ളിൽ നിന്ന് വരുത്തുന്ന കരച്ചിലായിരിക്കാം, വന്ന കരച്ചിലായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും വയറ്റിലൊരു കുട്ടി ഉണ്ടെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം. എനിക്കതേ പറയാനുള്ളൂ. നിങ്ങളുടെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം. ഞാൻ നട്ടപാതിരിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എന്റെ നിവൃത്തികേടാണ്. ദൃശ്യ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ വന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്റെ ക്യാരക്ടർ അല്ലത്. പക്ഷേ ഇപ്പത്തിന്റെ മാനസികാവസ്ഥ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കും, എന്നിട്ട് പോസ്റ്റ് ചെയ്യും. കാരണം എനിക്ക് കുറച്ച് പേര് സത്യാവസ്ഥ അറിയണമെന്ന് വെച്ചിട്ട് മാത്രമേ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പ്ലീസ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ്, ദയവ് ചെയ്ത് എൻ്റെ ആണെങ്കിലും ആര്യൻ്റെ ആണെങ്കിലും വീഡിയോ താഴെ വന്നിട്ട് തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാക്കണേത്. ഞങ്ങൾ അതിലൊരു പ്രശ്നമില്ല. അതിന് താഴെ വന്നിട്ട് ഈ രീതിക്ക് കമന്റ് ഇടുമ്പോൾ അതാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നമാണ്, ഏത് പ്രശ്നമാണെന്നൊന്നും എനിക്കറിയത്തില്ല. സീരിയസ്ലി പറയാൻ എനിക്കറിയത്തില്ല. റാൻഡമായിട്ട് ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ എൻ്റെ കണ്ണിൽപ്പെട്ട് നോക്കിയ സമയത്ത് ഇതെന്താ ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം തമ്മിലിൽ കണ്ട്. അപ്പൊ ഞാൻ കയറി വീഡിയോ നോക്കിയ സമയത്ത് നിങ്ങൾ പ്രഗ്നന്റ് ആണ്, വയറ്റിൽ കുട്ടിയുണ്ടെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ കരയുന്നുണ്ട്. അത് ഏതോ കമന്റിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നു. കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. ഇതെന്തോ ഇങ്ങനെ എന്നെനിക്ക് തോന്നിപ്പോയി. ഏതോ ഒരു വേട്ടവാളയും കാരണം ആ പെണ്ണ് വന്നിരുന്ന് കരയുന്നു, പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. ദൈവം ഇത് എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ഫുള്ളിരുന്ന് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ ലോജിക്ക് തോന്നിയില്ല. ഏതോ വേട്ടവാളയും വന്ന് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇട്ട് അതിന്റെ പേരിൽ വന്നിരുന്ന് കരയുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് കമന്റ് ഒന്നും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുക, പ്രശ്നം ചെയ്യുന്നു. അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുക. ഇത് കമന്റ് ബോക്സ് ഓഫ് ചെയ്യില്ല, വല്ലവനും വന്ന് വല്ല വായി തോന്നണം വിളിച്ച് പറയുകയും ചെയ്യും. നിങ്ങളാണെങ്കിൽ പേടിച്ച് ഇരുന്ന് കരയുകയും ചെയ്യും. എന്തിനാണ് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ച പ്രശ്നം ചെയ്യുന്നില്ലേ? വ്യൂ കിട്ടും, കിട്ടേണ്ട പൈസയും കിട്ടും. പിന്നെ എന്തിനാണ് ഇതിന് കമന്റ് ബോക്സ്? അപ്പൊ പറയും നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണെന്ന്. അങ്ങനെ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോ ഞാൻ ഒന്നും പറയാനില്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വല്ല ഒന്ന് മെസ്സേജ് അയക്കാൻ പറ.
അല്ലാണ്ട് വരുന്ന കമന്റുകളെല്ലാം ഇങ്ങനെ നെഗറ്റീവായെന്ന് വെച്ചും കൊണ്ട് അതിനെല്ലാം പ്രതികരിക്കാനും കണക്കിന് നിന്ന് അതിനോർത്ത് വിഷമിക്കാനും നിന്ന് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ പിടിച്ചിരിക്കണമെങ്കിൽ കുറച്ച് തൊലിക്കെട്ടി വേണം. എന്നെയൊക്കെ കണ്ടില്ലേ എത്ര കമന്റ്, ആരൊക്കെ എന്തൊക്കെ ചീത്ത വിളിക്കുന്നു. ഹേ ഇവിടെ തൊലിക്കെട്ടി അപാരം ഹേ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ് എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് വരുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ചിലപ്പോൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ഫേക്ക് അക്കൗണ്ടുകൾ നിങ്ങളുടെ അയൽവാസികളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് പലതും വിളിച്ച് പറയുന്നതും ആയിരിക്കാം. നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം ഫേസ് ചെയ്യുക, പോട്ട് പുല്ലെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ വിട്ടിട്ട് മുന്നോട്ട് ഓണാവുക. അല്ലാണ്ട് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന നിങ്ങൾ വന്നിരുന്ന് കരയുക. നിങ്ങൾ നോർമൽ ആയിട്ടിരുന്ന സ്റ്റേജ് ആണെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യില്ല, എന്തെങ്കിലും കാട്ടി കൂട്ടിയിട്ട് പോട്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഇങ്ങനെ വന്നിരുന്ന് കരയുന്നുണ്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. എനിക്ക് തന്നെ എന്തോ പോലെ തോന്നിയാണ്. സീരിയസ്ലി, ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഒരു കുട്ടി വയറ്റിലുണ്ട്, വന്നിരുന്ന് കരയുന്നു. അത് ഏതോ ഒരു വേട്ടവളയുടെ കമന്റിന് പ്രതികരണമായിട്ട് വന്നിരുന്ന് കരഞ്ഞ് വീഡിയോ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. എനിക്ക് ഈ കുട്ടിയുടെ ഭർത്താവിന്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കെയറോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൂട്. സോഷ്യൽ മീഡിയ ആണ്, ഇവിടെ ഇങ്ങനെ കമന്റിന് പ്രതികരണമായിട്ട് കരഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അത് കുട്ടിയെ അടക്കം ബാധിക്കും. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂട്. അല്ലാണ്ട് ഇങ്ങനെ വന്നിരുന്ന് കരഞ്ഞ് വീഡിയോ ഇടല്ലെന്ന് പറയാം. അല്ലാണ്ട് പിന്നെ എന്നാ പറയാനാ? ഞങ്ങൾ രണ്ടുപേരും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രഗ്നന്റ് ആകുമ്പോൾ അത്ര വീക്ക് ആയിരിക്കും. ഞാൻ ഇത്രയും ഇങ്ങനെ ചിരിച്ച് നിൽക്കേണ്ടത് എത്ര സ്ട്രോങ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു അവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ട്, എൻ്റെ പ്രഗ്നൻസി റിവീൽ ചെയ്ത് ഇപ്പോൾ ഫാമിലി റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട്, അതിൻ്റെ താഴെ വന്നിട്ട് ഒരു കഥയും ഒരു മണ്ണും ചാണകം അറിയാതെ ഒരുമാതിരിപ്പെട്ട കമന്റ്സ് ഇടുന്ന കുറച്ച് അക്കൗണ്ട് ഉണ്ട്. അതായത് ചിലത് എനിക്ക് അറിയാം ഫേക്ക് ഐഡിയാണ്. കാരണം ഒരാഴ്ച മുന്നേ ക്രിയേറ്റ് ചെയ്തത്, 4 മാസം മുന്നേ, 3 മാസം മുന്നേ, 2 മാസം മുന്നേ ക്രിയേറ്റ് ചെയ്ത് ഇതിനായിട്ട് ഇറങ്ങിക്കോളൂ, നിങ്ങൾ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് കമന്റ് ഇടുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. പക്ഷേ മറ്റുള്ളവരുടെ മൈൻഡിനെ ഒരു കാര്യം അറിയുന്നവരാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ എനിക്കാണെങ്കിലും ഓക്കാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തമ്മിൽ യാതൊരു സീനുമില്ല. ഞങ്ങളുടെ അവസ്ഥയാണ്. ഇപ്പം നിങ്ങൾ എന്നോട് പലരും വന്ന് ചോദിക്കുന്നത് ആര്യചേച്ചിനെ കാണാൻ പോയില്ലേ. എൻ്റെ വയറ്റിലൊരു കുട്ടിയുണ്ട്, ഞാനും പ്രഗ്നന്റ് ആണ്. അപ്പോൾ ആര്യ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് ആരേക്ക് പോകണമെങ്കിൽ ഞാൻ പോകണമെന്ന് വിചാരിച്ച സമയത്താണ് ഞാൻ ഈ പ്രഗ്നന്റ് ആണെന്നുള്ള അറിയുന്നത്. എനിക്ക് നിവൃത്തികേടോട് പോകേണ്ട ചില യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് കെട്ടിയുള്ള സമയത്ത് നിങ്ങൾ ഈ പറയും പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എനിക്കിപ്പോഴും അറിയത്തില്ല നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് പ്രശ്നമെന്ന്. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ശാപമാണ് അവരുടെ കുടുംബം എന്ന് തന്നെ പറയും. കുടുംബം അവരുടെ കൂടെ ഉള്ളതുകൊണ്ടല്ല ശാപം. ഈ കുടുംബത്തിൽ നടക്കുന്ന, വീട്ടിൽ നടക്കുന്ന സകലമാന കാര്യങ്ങളും ഈ ഫാമിലി വ്ളോഗേഴ്സ് നാട്ടുകാരെ കാണിച്ച് നാട്ടുകാർ ഇതെല്ലാം എടുത്ത് കാണും. കൊള്ളാലോ, ഇതെന്തുവാ കൊള്ളാലോ. നമ്മുടെ കുടുംബം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ താറുമാറായിരിക്കും. ഇവിടെ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാ കുടുംബത്തിലും സ്നേഹബന്ധങ്ങളുണ്ട്, ഇണക്കങ്ങളുണ്ട്, പിണക്കങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളത് നമ്മൾ കുടുംബത്തിന്റെ അകത്ത് നിർത്തണം. ഇപ്പം നിങ്ങൾ ഫാമിലി വ്ളോഗേഴ്സ് ആണ്, വീട്ടിലെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കാണിക്കുക. അല്ലാണ്ട് നെഗറ്റീവ് കാര്യങ്ങളും അല്ലാണ്ട് ഇതുപോലെ വന്നിരുന്ന് കരഞ്ഞ് അവൻ എന്നെ കമന്റ് ചെയ്ത് അവൻ എന്നെ പിച്ചി മാന്തി നുള്ളി എന്ന് പറഞ്ഞൊന്നും വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആണെന്ന് നാട്ടുകാരും നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ കുടുംബക്കാരടക്കം ഇരുന്ന് ചിരിക്കാനുള്ള വകുപ്പാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ഫാമിലി വ്ളോഗേഴ്സിന്റെ ശാപമാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സ്. ഈ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കി ഇരുന്ന് കാണും. അവിടെ എന്തൊക്കെ നടക്കുന്നു, അതൊക്കെ നടക്കുന്നു. നിങ്ങളുടെ അവിടെ ഒരു പാത്രം നിങ്ങൾ മാറ്റി വെച്ചാൽ തന്നെ അവന്മാരെ തിരിച്ചറിയും. എന്താ നിങ്ങൾ അവിടെ നിന്ന് പാത്രം മാറ്റി ഇങ്ങോട്ട് വെച്ചത് എന്ന് വരെ ചോദിക്കും. അതാണ് നിങ്ങളുടെയൊക്കെ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ അഡിക്ട്സ് ആയിട്ടുള്ളവന്മാരെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഏറ്റവും വലിയ തുറപ്പിച്ചിട്ടാണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് പിന്നെ അതുമായി ബന്ധപ്പെട്ട് വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചടപടയെന്ന് പറഞ്ഞ് പറക്കും. വ്യൂവർഷിപ്പിന്റെ കുതിച്ചുയർറ്റമായിരിക്കും. അങ്ങനെ അടിച്ച് ഫയർ ചെയ്ത് കയറും. അതൊക്കെ നിങ്ങൾക്കൊരു വരുമാന മാർഗമാണ്. പക്ഷെ ഇതൊക്കെ നാളെ നിങ്ങൾക്ക് തിരിഞ്ഞു കൊത്തുന്ന ഒരു സിറ്റുവേഷൻ വരും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീട്ടിലെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ, ഇപ്പൊ പ്രണവിന്റെ കേസിൽ തന്നെ പ്രവീണിന്റെ വ്ളോഗിൽ പ്രണവ് വരാണ്ടായപ്പോൾ നാട്ടുകാർ ചോദ്യം ചോദിച്ചു തുടങ്ങി, എവിടെ പോയി. അതുപോലെ നിങ്ങളുടെ ഇതിലും വരും. സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളെ കാണാതെ വരുമ്പോൾ എവിടെ പോയി എന്ന് ചോദിക്കും. അയാൾ എവിടെ പോയി, എന്ത് പറ്റി, അയാൾ എന്തിപ്പോ വീഡിയോയിലില്ല, ഇങ്ങനെ ചോദ്യം വരും. നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ട സിറ്റുവേഷനിലോട്ട് പോകും. അതൊക്കെയാണ് വിഷയം. അതാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ വിഷയം. നമുക്ക് അങ്ങനെയൊന്നും ബാധകമല്ല. എന്റെ വീട്ടിൽ ഞാൻ ഇവിടെ കറച്ചട്ടി എടുത്ത് അടിച്ചാലും കഞ്ഞിച്ചട്ടി എടുത്ത് അടിച്ചാലും എന്നെ ചോദിക്കാനും പറയാൻ ആരുമില്ല. അത് എന്റെ വീട്ടിൽ തീർന്നു. നാട്ടുകാർ അറിയത്തുമില്ല, ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയാനും പറ്റില്ല. അതാണ് നമ്മുടെയൊക്കെ പ്രത്യേകത. നമുക്ക് അങ്ങനത്തെ വിഷയം വരുന്നില്ല. ഇപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്ന ഇരിപ്പിൽ ചത്തൂത്തിയൊക്കെ ഇരുന്ന് എന്തടെ വയ്യയുടെ എന്ന് എളുപ്പം ചോദിക്കും. അല്ലാണ്ട് നമുക്കൊന്നും ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ വീട്ടിൽ A to Z കാര്യങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിച്ച് പൈസ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ തന്നെ സ്വയമേ മനസ്സിലാക്കുക, കുറെ ചോദ്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഭാവിയിലെങ്കിലും. അപ്പൊ സ്പോട്ടിൽ ഫേസ് ചെയ്തില്ലെങ്കിലും ഭാവിയിലെങ്കിലും കുറെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകും. പിന്നെ അത് ആകെ ചളവും കുളവും ഒക്കെ ആവും. ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ ചെളിവാരി അടിക്കും. അതൊക്കെ കണ്ട് നാട്ടുകാർ ആസ്വദിക്കും. അവന്റെ സൈഡ് കുറെ നിൽക്കും, ഇവന്റെ സൈഡ് കുറെ നിൽക്കും, ഇവളെ സൈഡ് കുറെ നിൽക്കും. അങ്ങനെ നാട്ടുകാർ അങ്ങനെ ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ അടി കടവും പൊടാൻ എന്നൊക്കെ പറഞ്ഞിട്ടാവും. ഇതെല്ലാം നിങ്ങൾ വരുത്തി വെക്കുന്നത് തന്നെയാണ്. ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം
ഒരാൾ ഫാമിലി വ്ളോഗറായിട്ട് ഇറങ്ങിത്തിരിക്കുക. ഇതിപ്പോ പൈസയും വേണം, ആരും കമന്റ് ചെയ്യാനും പാടില്ല, നാട്ടുകാരൊന്നും പറയാനും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിപ്പൊന്നുമില്ല. എന്റെ പൊന്ന് പെങ്ങളെ, എനിക്ക് അതാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ നെഗാണ് ഫീൽ ചെയ്തത്. വയറ്റിലൊരു കുട്ടിയെ വെച്ചും കൊണ്ട് ഇമാതിരി ഒരു കരഞ്ഞ് വീഡിയോ ഇടുന്നത് ഫെയർ അല്ല. അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നി. നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പക്ഷെ കണ്ട സമയത്ത് എനിക്കിത് ഇത്രയും പറയണമെന്ന് തോന്നി. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞെങ്കിൽ വീഡിയോ ഇടാണ്ടിരിക്കുക, അല്ലെങ്കിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സിനെ ഡിലീറ്റ് ചെയ്തുള്ള കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് പോയി, അല്ലെങ്കിൽ ഇതിനൊന്ന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കാണ്ടിരിക്കും. എനിക്കതേ പറയാനുള്ളൂ. ബാക്കി പറ. ഞാൻ കരയില്ലാന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ മെന്റലി സഫർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞോ പറയാറില്ല. അതെനിക്ക് താല്പര്യമില്ല. ചിലപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെന്നെ ഇപ്പം ഇങ്ങനെ എപ്പോഴായിരിക്കും കാണുണ്ടാവുക. ഓക്കെ, ഞാൻ ഇങ്ങനെ വീഡിയോ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എൻ്റെ നിവൃത്തികേട് എന്നെ എല്ലാവരും സമാധാനിപ്പിക്കാൻ വരുമ്പോഴാണ് ഞാൻ ഭയങ്കര വീക്കാവുക. അല്ലെങ്കിൽ ഞാൻ സെൽഫായിട്ട് ഇങ്ങനെ ആകുന്ന ആളാണ്. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ കുറേ കമന്റ്സ് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ എന്നെ അറിയാവുന്ന 2-3 ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചു, എടി എന്താ പ്രശ്നം, അങ്ങനെ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പ്രശ്നങ്ങളില്ല, പക്ഷെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. ലൈക്ക് അത് വേറൊന്നുമല്ല. അപ്പോൾ ഞാൻ ഭയങ്കര വീക്കാവും പ്രഗ്നൻസി ടൈമിൽ പല കാര്യങ്ങളും. എസ്പെഷ്യലി എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ വെറുതെ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന വ്യൂ ഇതാണ്. ഇവിടെ ഞങ്ങൾ ഫാമിലി വീക്കാം. ഇവിടെ അച്ഛൻ്റെ ഫോട്ടോയും കാര്യങ്ങളും കാണുമ്പോൾ വരെ ഞാൻ രാത്രി കിടന്ന് കരയാറുണ്ട്. എന്തിനാ അതെനിക്കറിയില്ല. എനിക്കിപ്പോൾ പ്രസന്റ്ലി ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഇല്ല. പക്ഷേ നമ്മൾ വേണ്ടാത്തതൊക്കെ അങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന ഒരു ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു ടൈം ഏറ്റവും കൂടുതൽ ഞാനൊക്കെ പ്രഗ്നൻസിയിലാണ്. ഇപ്പോൾ ആരെയൊക്കെ സിറ്റുവേഷൻ അതായിരിക്കും. അപ്പോൾ ഓൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞാലും ഓരെ പറ്റി ഒന്നും അല്ലായിരിക്കും പറയുന്നത്. അവർ ഓരോ കാര്യം പറഞ്ഞാലും അതിൻ്റെ വാല് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് അപ്പോൾ ഞാൻ ആര്യനെയും പറ്റി പറഞ്ഞ് അത് എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടിട്ട് ഓരോ വീഡിയോയുടെ താഴെ പോയി കമന്റ് ഇട്ട് തമ്മിലൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇന്നിപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഇട്ട വീഡിയോയുടെ താഴെ ഒരാളെ കമന്റ് ചെയ്യാനുണ്ട്, ഇത്രയ്ക്ക് സെൽഫിഷ് ആണോ താൻ, ആര്യയുടെ അടുത്ത് ആദർശിന്റെ അടുത്തും ഓരോ എന്തിനും ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അങ്ങനത്തെ പറഞ്ഞിട്ട്. ഓക്കെ, ഇവർ തമ്മിൽ ഏതോ 2 ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് അറിയത്തില്ല, ഞാൻ ഈ വീഡിയോ മാത്രമേ കണ്ടോളൂ. എനിക്കിത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. ഇവർ തമ്മിൽ ഏതോ 2 കുടുംബങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി സഹോദരങ്ങളാണോ എന്ന് അറിയത്തില്ല. അവർ തമ്മിൽ ഇപ്പോൾ ഒന്നിച്ച് വീഡിയോസ് ഒന്നും കാണാത്ത ഏതോ പോയിന്റ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ സെൽഫിഷ് ആണോ, നീ എന്താ അവിടെ പോകാത്ത, നീ എന്ത് ഇവിടെ വരാത്ത എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്റെ പൊന്നു പെങ്ങളെ, ഇതിനെല്ലാം മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അടപ്പ് ഊരുവൊന്നും അല്ലാണ്ട് നാട്ടുകാരുടെ വായിക്കരി ഇടാൻ നമുക്ക് പറ്റത്തില്ല. സീരിയസ്ലി എനിക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്താണോ ശരി, അവരുടെ ഭാഗത്താണോ ശരി, എന്ത് വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ എല്ലാവരുടെ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന തന്നെ. നമ്മൾ അതെല്ലാം തരണം ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കി അവനവന്റെ കാര്യങ്ങൾ നോക്കി പോകണം. അല്ലാണ്ട് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നാട്ടുകാരെ മൊത്തം എടുത്ത് കാണിച്ചിട്ട് നാട്ടുകാരുടെ വായിലിരിക്കണത് കേട്ടിട്ട് നമ്മൾ വന്നിരുന്ന് മോങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഫെയർ അല്ല. സാമാന്യ ബോധത്തോടെ ചിന്തിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ വയറ്റിലൊരു കുട്ടിയുള്ള ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും. ഹസ്ബൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വീട്ടുകാരോ കുടുംബക്കാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ കമന്റും കാര്യങ്ങളൊക്കെ വലിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ നെവർ മൈൻഡിൽ വിടുക. പറയുന്നവർ പറയും, നമുക്ക് തോന്നുന്നു നമ്മൾ ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് ഈ കമന്റ് ഒന്നും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, കമന്റ് ബോക്സ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ഇടാതിരിക്കുക. ഇത് മാത്രമേ ഇതിനൊരു പോകുമ്പോഴുള്ളൂ. ഇതിപ്പം വീഡിയോ ഇടണം, പൈസയും കിട്ടണം, കമന്റ് ആരും ഒന്നും പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കേസല്ല കേട്ടോ. ഒരു കമന്റ് കണ്ട് എന്ത് ഞാൻ അവരുടെ പ്രഗ്നൻസി ഫസ്റ്റ് റിവീൽ ചെയ്തിട്ടില്ലാന്ന്. അപ്പോൾ എനിക്ക് അത്രയും നേരം ഇങ്ങനെ കമന്റിൽ പോയിട്ട് ഭയങ്കരമായിട്ട് തിരിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു മിതത്വം പാലിച്ചിട്ട് എപ്പോഴും ഞാൻ റിപ്ലൈ കൊടുക്കാം. നിങ്ങളുടെ റിപ്ലൈ കണ്ടാലറിയാം. പക്ഷേ ഇന്ന് ഇമ്പൊക്കെ ഉണ്ടാവും മാനസികാവസ്ഥകളിലെ. എല്ലാവരും ഇങ്ങനെ പറയാ, ദൃശ്യക്ക് എല്ലാവരും ഇല്ലേ. ഞങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ആയിരിക്കും ഹസ്ബൻഡിന്റെ വീട്ടുകാരൊന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തിലില്ല. അപ്പോൾ മാത്രമേ എപ്പോഴും ഓടിയെത്താനുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് ഓടിയെത്താൻ പറ്റിയില്ല. അമ്മ അവിടെ അല്ലാത്തതുകൊണ്ട് അമ്മയ്ക്കും പറ്റില്ല. ഞങ്ങൾ അച്ഛൻ മരിച്ചു പോയത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആര്യക്ക് ആ ഒരു സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങൾ കുറവാണ്. ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ തിരിച്ചൊന്നും എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, ഹാപ്പി. എനിക്ക് അച്ഛനില്ല. അമ്മ എന്നെ എന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് അമ്മല്ല എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ അമ്മ ഉണ്ട്. പക്ഷെ എനിക്ക് വിളിപ്പുറത്തൊരു ആവശ്യത്തിന് പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു ദൂരത്തല്ല എൻ്റെ അമ്മ ഉള്ളത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഈ സാഹചര്യത്തിൽ അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയും പെട്ടെന്ന് എത്തൂല. അപ്പൂൻ്റെ സാഹചര്യങ്ങൾ ഞാൻ ഒരിക്കലും ഓനെ കുറ്റം പറയില്ല. കാരണം ഓനൊരാൾ കിടന്നിട്ട് ഓടുന്ന് ആയിരിക്കും വേണ്ടിയിട്ട് ഓടാനേ ഉള്ളൂ. പിന്നെ വീട്ടിലൊറ്റയ്ക്കാണ്. എനിക്ക് അവിടെ പോയി നിൽക്കാൻ ഞാൻ ഈ വീട്ടിൽ ഇത്രയും ആളെ നടക്കുന്ന നിന്നിട്ട് തന്നെ ഞാൻ ഓക്കെ അല്ല. അത്രയ്ക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ എനിക്ക് അവിടെ പോയി നിൽക്കാനും പറ്റില്ല. അതിന്റെ മുന്നേ എനിക്ക് നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ആരുമില്ലാതാണ് നിൽക്കുന്ന. ഓനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് അറിയേണ്ടല്ല. അപ്പോൾ എനിക്ക് ഈ മക്കളെയും കൊണ്ട് എനിക്ക് അവിടെ പോയി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോ ഞാൻ കുറ്റം പറയില്ല. പക്ഷെ അപ്പം എൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. എനിക്ക് കെട്ടിയവൻ്റെ വീട്ടിലുള്ളവർ മാത്രം മതിയോ? എനിക്കും ഉണ്ട് ഒരു സൈഡില്ല. ആര്യൻ്റെ വീട്ടിലുള്ളവരാണ് കൂടെ ഉള്ളത്, എനിക്ക് എൻ്റെ കെട്ടിയവൻ്റെ വീട്ടിലുള്ളവരാണ് കൂടെ ഉള്ളത്. പക്ഷെ നിങ്ങൾ പറയും, നിങ്ങളെ കമന്റ്സിലുള്ള കാര്യം പറഞ്ഞത്. ദൃശ്യക്ക് എല്ലാവരും ഉണ്ട്, ആര്യക്ക് ആരുമില്ല. ആര്യക്ക് ആരുമില്ലാതില്ല. ആര്യൻ്റെ അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടൻ, ഹസ്ബൻഡ് ഒക്കെ ഉണ്ട്. എൻ്റെ കൂടെ എൻ്റെ കെട്ടിയോ നാട്ടിലില്ല. എൻ്റെ അച്ഛനില്ല, അമ്മ അടുത്തില്ല, ഹനിയനും പെട്ടെന്ന് അവൈലബിൾ ആവുന്ന ഒരാളല്ല ഇപ്പോൾ. അപ്പോൾ എനിക്കും എൻ്റെതായ സാഹചര്യങ്ങളുണ്ട്. ഞങ്ങൾ തമ്മിൽ യാതൊരു ഇഷ്യൂ ഇല്ലാതെ ഞാൻ പറഞ്ഞു ഈ സത്യമാണ് മടുത്തത്. കമന്റ് ഇങ്ങനെ റിപ്ലൈ കൊടുത്തിട്ട് ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിക്ക് മെസ്സേജ് അയച്ചു, എടി നീ എല്ലാത്തിനും ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ നിൽക്കണ്ടാതെ. പക്ഷെ കണ്ടിട്ട് നമുക്ക്
നമുക്ക് സഹിക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് അച്ഛനെങ്ങനെ മരിച്ചത് ഞങ്ങളടുത്ത് പറഞ്ഞൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുക. ഞാൻ ഇത്രയും മനസ്സ് വേദനിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് ഞാൻ ആരൊക്കെ നെഗറ്റീവ് ആക്കി എടുക്കും. ഇനി ഇത് കൊണ്ടേ കൊളുത്തിയിട്ട് അപ്പൂന് സങ്കടമാക്കും എനിക്കറിയില്ല. കാരണം അപ്പൂന് ആരും സങ്കടമാക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. ഓർക്കൊണ്ട് ഓരോതായ സങ്കടങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അറിയാഞ്ഞിട്ടല്ല, ഞാനും അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതെങ്ങനെ ഇതെന്നെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാക്കരുത്. എനിക്ക് മെന്റലി അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അതിന് കൊടുത്ത് ഇതും കൂടെ എനിക്ക് ആവുന്നില്ല. അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ നാളെ ഡിലീറ്റ് ആക്കുമായിരിക്കും, എനിക്കറിയില്ല. ഓക്കെ, ഇവരുടെ ഈ വീഡിയോയുടെ ഉടനീളം ഇതുപോലെ കരഞ്ഞു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അന്യന്റെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് കാണാനുള്ളൊരു ത്വര പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട്. ആ മലയാളികളിൽ ഞാനും പെടും. ഞാനും ഇവരുടെ തമ്മിൽ കണ്ട സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. തള്ള എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാണ് കയറി നോക്കിയത്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നും, നമ്മൾ പോയി നോക്കും, സ്വാഭാവികമാണ്. അതിൽ വലിയ 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 ഉത്കണ്ഠാപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ ത്വര ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പോയി നോക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ നോക്കിയത്. പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതെന്താണെന്ന് കേൾക്കും. ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു ടൈം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ ആലോചിക്കുക, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് തീർക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കാര്യങ്ങളാണ്. ഈ അകത്ത് തീരേണ്ട കാര്യം നാട്ടുകാരെ മൊത്തം അറിയിക്കുന്ന ആ ഒരു പരിപാടിയോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഫാമിലി വ്ളോഗേഴ്സ് ആയാലും നിങ്ങൾക്ക് ഫാമിലിയിൽ നടക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ വീഡിയോ ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ പറ്റും. പക്ഷെ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ വീട്ടിൽ അടിയും ബഹളം ഉണ്ടായാൽ അതും കാണിക്കും. വീട്ടിൽ നടക്കുന്ന സകലമാന കാര്യങ്ങൾ എടുത്തങ്ങ് കാണിക്കും. ഒരു എഡിറ്റിംഗ് കട്ടും പോലും ഇല്ലാണ്ട് ചിലപ്പോൾ കയറിയിരുന്നെങ്കിൽ വീട്ടിലെ ആ കഥ ഈ കഥ മറ്റോ അങ്ങനെ ഇത് അമ്മായി അങ്ങനെ ഇത് മരുമോൾ ഇങ്ങനെ ഇത് മറ്റത് അങ്ങനെ ഇത് ആന്റി അങ്ങനെയാണ് ആന്റി മാമ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിട്ടും. ഇതിപ്പം നാളെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം നിങ്ങൾ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് നിങ്ങൾ വലിയൊരു ലൂപ്പിന്റെ അകത്ത് പെടും. കുറെ ഓഡിയൻസ് നിങ്ങളെ സ്ഥിരമായിട്ട് കാണാനായിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇരുന്ന് കണ്ട് വാ എന്ന് പറഞ്ഞ് കണ്ട് അതിൽ അഭിപ്രായം പറയാനുള്ള ഒരുപാട് ഓഡിയൻസ് നിങ്ങൾക്ക് തനിയെ ഉണ്ടാവും. അവരെ നിങ്ങളുടെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ കുടുംബത്തിൽ നടക്കുന്ന സകലമാന കാര്യം എടുത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുക്കുന്നത് അവരെ വിളിച്ചിട്ട് പേഴ്സണലി പറയുന്നില്ല, നാട്ടുകാർ കാണാമെങ്കിൽ വീഡിയോ ഇടും, നല്ല പൈസ അതിൽ നിന്ന് കിട്ടും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഫൈനലി ആ പൈസ മാത്രം നിങ്ങൾക്ക് കൂടെ കാണും. അല്ലാണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് സീറോ ആയി മാറും. അത് അങ്ങനെ ആക്കി എടുക്കാതിരിക്കുക. ഫാമിലി വ്ളോഗൊക്കെ നല്ലത് തന്നെയാണ്. വീട്ടിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങളും സന്തോഷ കാര്യങ്ങളൊക്കെ കാണിക്കാൻ നോക്ക്. അല്ലാണ്ട് വന്നിരുന്ന് അവ ഇങ്ങനെ കമന്റ് ചെയ്ത് മറ്റവളെ കുറിച്ച് ചോദിച്ച് അവളെ കുറിച്ച് ചോദിച്ച് എന്നൊക്കെ വന്നിരുന്ന് കരഞ്ഞ് വീഡിയോ ഇടുമ്പോൾ നാളെ നിങ്ങൾക്ക് തന്നെയാണ് ഇതെല്ലാം ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു കണ്ടന്റ് ചെയ്യാനുള്ള റീസൺ തന്നെ പ്രഗ്നന്റ് ആയിരുന്നു കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് വീഡിയോ ഇടുന്ന കണ്ടപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി. ഇതെന്താ സംഭവം എന്ന്. ഞാൻ അങ്ങനെയാണ് ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഈ വീഡിയോ ഉടനീളം കണ്ടു. കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെയോ തക്കതായ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ളതുപോലെ തോന്നുന്നു. ഇനി ഓട്ടോ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കൂടി ആരൊക്കെയോ കമന്റ് ചോദിച്ചു, അത് ചോദിച്ചു, ഇത് ചോദിച്ചു, നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തളർത്തി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഇതിനെല്ലാം ഇടവെച്ചതാരാ? നിങ്ങൾ തന്നെയാണ്. അല്ലാതെ ഈ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളൊന്നുമല്ല. ജനങ്ങളെ കൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിപ്പിച്ചതാരാ? നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വീട്ടിൽ കിടക്കുന്ന A to Z കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കാൻ നിൽക്കരുത്. അത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെയാണ് വള്ളിയായിട്ട് തിരിഞ്ഞു കൊത്തുന്നു. അങ്ങനെ നശിച്ചു പോയ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെറും ചീഞ്ഞ ഇമേജോട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. എല്ലാവരുടെ കുടുംബങ്ങളിലും പ്രശ്നമുണ്ടോ? അത് നമ്മളെ കുടുംബങ്ങളിൽ തീർക്കാൻ ശ്രമിക്കുക. നാട്ടുകാരെ കാണിക്കാതിരിക്കുക. കാണിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ ഇമാതിരി പരിപാടിക്ക് നിൽക്കരുത്. ഇനി കമന്റ് ഇട്ടവന്മാർ അതാണ് ഇതാണ് ഇങ്ങനെ ഒന്നും ചോദിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമര കേൾക്കത്തില്ല. അമരിടും, വീണ്ടും കമന്റ് ഇടും. ചിലപ്പോൾ നിങ്ങളുടെ അയൽവാസികൾ തന്നെ ആയിരിക്കും ഫേക്ക് അക്കൗണ്ട് തുടങ്ങി കമന്റ് ഇട്ടത്. അതൊന്നും ഒരിക്കലും നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ബി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഗുഡ് കണ്ടന്റുകൾ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ചുമ്മാ ചീഞ്ഞതും ആഞ്ഞതും കിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടിയും കൊടുത്ത് വീട്ടിൽ കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നാട്ടുകാരെ അറിയിക്കാൻ നിൽക്കല്ലേ. വെരി ബാഡായിട്ട് മാറും. ഒന്നാമത് നിങ്ങൾ പ്രഗ്നന്റ് ആണ്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങൾക്കും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. വളരെയധികം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ചീഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയും കൊടുത്തിരുന്ന് കരയാൻ നിൽക്കരുത്. വയറ്റിലൊരു കുഞ്ഞുള്ളതാണ്. ആ ഓർമ്മ നിങ്ങൾക്കും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.